IELTS, ജർമ്മൻ, OET, PTE കോഴ്സുകളിൽ 3000-ലധികം മികച്ച വിജയങ്ങൾ നേടിക്കൊണ്ട് 14ാം വാർഷികത്തിലേക്ക് ബാമാസ് റൂട്ട്സ് ഇംഗ്ലീഷ് അക്കാദമി, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കോതമംഗലം. മമ്മുക്കാക്കും കുടുംബത്തിനൊക്കെ ഞങ്ങൾ രാവും പകലും പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട് ആഫിയത്തും ആരോഗ്യം അദ്ദേഹത്തിന് ദീർഘായുസ്സും കൊടുക്കണമെന്ന്. ഇപ്പോൾ അതാ ഞങ്ങളുടെ എപ്പോഴും ഞങ്ങളുടെ മരണം വരെയുള്ള നെയ്യത്തതാ. മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി ഒരുപാട് നന്മകൾ ചെയ്യാറുണ്ട്. എല്ലാവർക്കും അറിയാം, മലയാളികൾക്ക് ഒന്നടങ്കം അറിയാവുന്ന ഒരു കാര്യമാണ്. ചലച്ചിത്ര രംഗത്തെ പ്രധാനപ്പെട്ട എല്ലാ താരങ്ങളും അവർ ജനമറിഞ്ഞും അറിയാതെയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിൽ മമ്മൂട്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന അദ്ദേഹം പുറത്തറിയിക്കാറില്ല. പക്ഷേ ചില കാര്യങ്ങൾ ജനം അറിയും. ഇവിടെ മലപ്പുറം ജില്ലയിലെ തിരൂർക്കാട് ഒരു 3.5 വയസ്സുകാരിയുടെ ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്തൊരു നന്മ, 7 ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു ശസ്ത്രക്രിയയ്ക്ക് അതെങ്ങനെ മമ്മൂട്ടിയുടെ അടുത്ത് എത്തി വിവരമെന്ന് ചോദിച്ചാൽ, മമ്മൂട്ടിയുടെ ഒരു ആരാധകനുണ്ട് ഈ പെരിന്തൽമണ്ണയിൽ, ജസീർ ബാബു. അദ്ദേഹം ഒരു സ്റ്റുഡിയോ നടത്തുന്നുണ്ട്. അദ്ദേഹം മമ്മൂട്ടിയുടെ ഏത് സിനിമ വന്നാലും ആശംസ അറിയിക്കും. മമ്മൂട്ടിയുടെ നമ്പർ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ മമ്മൂട്ടി എപ്പോഴും പ്രതികരിക്കണമെന്നില്ല, അത് വലിയ താരങ്ങളല്ലേ. ഈ നിദ ഫാത്തിമയുടെ ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടൊരു കാര്യം ജസീർ ബാബു അറിയുകയും മമ്മൂട്ടിയെ ഈ കാര്യം വാട്സപ്പിലൂടെ അറിയിക്കുകയും ചെയ്തു. മമ്മൂട്ടി ആദ്യമായി പ്രതികരിച്ചു. അങ്ങനെ നമ്മോടൊപ്പമുണ്ട് നിദ ഫാത്തിമയുണ്ട്, നിദ ഫാത്തിമയുടെ വാപ്പച്ചിയുണ്ട്, അതുകൂടാതെ ജസീർ ബാബുവും നമ്മോടൊപ്പമുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു രാജഗിരി ആശുപത്രിയിൽ കുറച്ച് ദിവസം മുമ്പ് ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞു. വീണ്ടും ചെക്കപ്പൊക്കെ കഴിഞ്ഞപ്പോൾ മിടുക്കിയായി നിദ ഫാത്തിമ നമ്മോടൊപ്പമുണ്ട്. ഇങ്ങനെ മോളുടെ ഇങ്ങനെ ഈ അവസ്ഥ അത് നേരത്തെ അവൾ ജന്മനാ തന്നെ ഉള്ളതാണ്. പക്ഷേ ഇപ്പോൾ മമ്മൂട്ടി എന്ന മഹാനടൻ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പെട്ടെന്ന് ഇടപെടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു? ഒരിക്കലുമില്ല. ഇത് പിന്നെ 2ാമത്തെ സർജറിയാണ്. ഫസ്റ്റിൽ ഒരു 6 ബ്ലോക്കായിരുന്നു പ്രസവിച്ച പാട്. അത് അന്ന് ആസ്റ്റർ മിംസ് കോഴിക്കോട് നിന്നാണ് ചെയ്തത്. അന്ന് ഹൃദ്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ്. ഇപ്പോൾ ഹൃദ്യം പദ്ധതി അവർ ഏറ്റെടുക്കാത്തത് കൊണ്ട് അതിൻ്റെ കാരണങ്ങളൊന്നും നമ്മൾ അറിയില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ ഞാനൊരു അപേക്ഷ തയ്യാറാക്കി. അപ്പോൾ ആരെങ്കിലും സഹായിക്കാൻ ഉള്ള ഫോട്ടോ ഒക്കെ വെച്ചിട്ട്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ, മുഹമ്മദ് അലി ടൈലർ. അപ്പോൾ കൊടുത്തു. അപ്പോൾ പുള്ളി പറഞ്ഞ് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട്, ജസീർ ബാബു ടീമൊക്കെ, അവരായിട്ടൊന്ന് ബന്ധപ്പെടട്ടെ, എന്നിട്ട് പിന്നീട് അറിയിക്കാം. ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും എന്നോട് പറഞ്ഞു അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് അയക്കാൻ പറഞ്ഞു. അപ്പോൾ കുട്ടീൻ്റെ പിന്നെ ആദ്യത്തെ ഡിസ്ചാർജ് സമ്മറി, ഇനി ഓപ്പറേഷൻ ഉടനെ വേണമെന്നുള്ള അതിൻ്റെ ഒരു എക്കോ റിപ്പോർട്ടൊക്കെ ഉണ്ട് ഹാർട്ടിൻ്റെ, അതൊക്കെ അയച്ചു. പിന്നെ എൻ്റെ ID പ്രൂഫും കാര്യങ്ങളൊക്കെ കൊടുത്തു. അവിടുന്ന് 2 ദിവസം കൊണ്ട് തന്നെ പിന്നെ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളി വരുന്നത്. ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾ മോളെയും കൊണ്ട് ഉടനെ ചെക്കപ്പിന് വരണം എന്നുള്ളത്. അതിൽ എന്താ പറയുക, സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ലേ. അതായത് വിഷമിക്കേണ്ട, കാരണം മമ്മൂട്ടി എന്ന മഹാനടൻ, നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങളെപ്പോലെ ഒരുപാട് പേര് മമ്മൂട്ടി എന്ന മഹാനടന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ അപ്രതീക്ഷിതമായി സഹായങ്ങൾ എത്തുന്നത് അദ്ദേഹത്തിൻ്റെ അവിടെ അടുപ്പമുള്ള ആളുകൾ എന്തെങ്കിലും പറയുകയല്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഒന്നും നോക്കില്ല, ഉടനെ തന്നെ അവർക്ക് എന്താണെന്ന് വെച്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ഒരാളാണ് മഹാനടനായ മമ്മൂട്ടി. അതിനുവേണ്ടി പ്രവർത്തിച്ച ജസീർ ബാബും ടീമും, അതുപോലെ തന്നെ അതിലുപരി മമ്മുക്കാക്കും കുടുംബത്തിനൊക്കെ ഞങ്ങൾ രാവും പകലും പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട് ആഫിയത്തും ആരോഗ്യം അദ്ദേഹത്തിന് ദീർഘായുസ്സും കൊടുക്കണമെന്ന്. ഇപ്പോൾ അതാ ഞങ്ങളുടെ എപ്പോഴും ഞങ്ങളുടെ മരണം വരെയുള്ള നെയ്യത്തതാ. എപ്പോഴും അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർക്കും മമ്മുക്കാക്കും കുടുംബത്തിനും. അതിലപ്പുറം ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് അവരോടുള്ള പ്രാർത്ഥന, ഇനി മോളെ ഒന്ന് മമ്മുക്കാനെ കാണിക്കണം നേരിൽ. എന്നിട്ടെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അദ്ദേഹം ഒരു മനുഷ്യനാണല്ലോ. ഇത്രയും ചെയ്ത മനുഷ്യന്, ആ സ്നേഹനിധിയായ, ആ കാരുണ്യ വർഷം ചെയ്ത അദ്ദേഹത്തിനെ കാണുന്നതിൽ യാതൊരു ഇതുമില്ല, തടസ്സം ഉണ്ടാവില്ല എന്നാണ് ഞങ്ങളെ പ്രതീക്ഷിക്കുന്നത്. എന്താ താങ്കളുടെ പേര്? എൻ്റെ അലി. എന്താ ചെയ്യുന്നത്? ഡ്രൈവറാണ്, കാർ ഡ്രൈവറാണ്. സ്വദേശം എവിടെയാണ്? സ്വദേശം ശരിക്കും ജനിച്ചു വന്ന എടപ്പാളാണ്. അപ്പോൾ എങ്ങനെ ഇവിടെ തിരൂർക്കാട്? ഇവളുടെ ഭാര്യൻ്റെ വീട് ഇവിടെ പിന്നെ രാമപുരത്താണ്.
അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ പഠിത്തമൊക്കെ കൂടിയിട്ട് ഇങ്ങനെ വാടകക്കാണ് താമസം. സ്വന്തം വീട് അവിടെ ഉണ്ട്, പക്ഷെ അതൊരു കഴിഞ്ഞ കുറച്ച് പ്രശ്നത്തിലാണ് എത്തിയത്. ഏതായാലും മമ്മൂട്ടിക്ക് വേണ്ടി, അതായത് നിറക്കണ്ണുകളോടെയാണ് അലീക്ക പ്രാർത്ഥിക്കുന്നത്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും പറയേണ്ട ഒരു പേരുണ്ട്, ജസീർ ബാബു. മമ്മൂട്ടിയുടെ ആരാധകനാണ്. മമ്മൂട്ടിയെ കാലങ്ങളായിട്ട് മമ്മൂട്ടിയുടെ ഏത് സിനിമ വന്നാലും മമ്മൂട്ടിക്ക് ആശംസ അറിയിക്കും. ആദ്യമായിട്ട് മമ്മൂട്ടിക്ക് ഒരു ആശംസ അറിയിക്കുകയല്ല ചെയ്തത്, ഒരു വലിയ കാര്യം, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി വാട്സപ്പിൽ ചെയ്തു. ഉടൻ തന്നെ പ്രതികരണം ഉണ്ടായി എന്നാണ് നമ്മൾ അറിഞ്ഞത്. എങ്ങനെ കാണുന്നു മമ്മൂട്ടിയുടെ ഈ പ്രതികരണത്തെ? അതായത് ഞാനൊരിക്കലും പ്രതീക്ഷിക്കാതെയാണ് സത്യം പറഞ്ഞാൽ അത് ഷെയർ ചെയ്തത്. നമുക്കൊക്കെ സിനിമകൾ കാണുമ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങൾ പറയും, അതേപോലെ ഫെസ്റ്റിവലായിട്ടുള്ള ദിവസങ്ങളിൽ ആശംസകൾ അറിയിക്കും. പക്ഷേ ഇങ്ങനൊരു സംഭവം എൻ്റെ അടുത്തേക്ക് സുഹൃത്തുക്കൾ വഴി വന്നപ്പോൾ, അലിക്കയുമായി ബന്ധപ്പെട്ടൊക്കെ എൻ്റെ അടുത്ത് വന്നപ്പോൾ, മമ്മൂക്കാക്ക് നയിക്കേണ്ട മുമ്പ് ഞാനൊന്ന് ആലോചിച്ചു ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ചെറിയൊരു കുട്ടിയുടെ മനസ്സ്, ആ കുട്ടിയുടെ ഒരു അസുഖം മമ്മൂക്ക ഏറ്റെടുക്കുന്നൊരു പ്രതീക്ഷയായിരുന്നു എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിൻ്റെ റിക്കാർഡിക്കലായിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ കൂടെ ഒരു വോയിസും രണ്ടും കൽപ്പിച്ച് ഞാൻ മമ്മൂക്കാക്ക് അയക്കുക ചെയ്തത്. സാധാരണത്തെ പോലെ തന്നെ അതും 2 ടിക്കിൽ അവസാനിച്ചു. റിപ്ലൈ കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല. പിന്നെ എനിക്ക് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലാണ് തോന്നുന്നു, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, 1 മണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് കെയർ ആൻഡ് ഷെയർ എന്ന് എന്നെ വിളിച്ചു. മമ്മൂക്കാക്ക് നിങ്ങളൊരു സംഭവം ഷെയർ ചെയ്തിരുന്നില്ലേ, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കുട്ടിയുടെ ഫാമിലിയുമായും കുട്ടിയുടെ അസുഖങ്ങളുമായും നിങ്ങൾ ഡയറക്റ്റ് പോയി അന്വേഷിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ അറിയിക്കണം എന്ന് പറഞ്ഞു. ഞാനതിന് പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്നു, കാര്യങ്ങൾ അന്വേഷിച്ചു, അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് സത്യം പറഞ്ഞാൽ അലിക്ക പറഞ്ഞതുപോലെ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുകയും വളരെ ഫാസ്റ്റായിട്ട്, അതായത് ആദ്യം 10-ാം തീയതി ഓപ്പറേഷൻ പറഞ്ഞു, പിന്നെ അവരത് 7-ാം തീയതിയിലേക്ക് നേരത്തെ ആക്കി. അങ്ങനെ വളരെ എല്ലാം ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രയും വലിയ രീതിയിലേക്കാണ് മോള് റിക്കവറായിട്ട് വന്നത്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് വന്ന സമയത്ത് കുട്ടിയുടെ ഈ വിരലുകൾക്കൊക്കെ ഒരു നീല നിറങ്ങളൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ട് എടുക്കാനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണ് ആൾ ഇരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് മമ്മൂക്കയുടെ ഒരു ആരാധകനാണ്, ഒരുപാട് വർഷങ്ങളായിട്ട് ആ മഹാനടനെ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം എൻ്റെ ഒരു ആവശ്യം ഏറ്റെടുത്തു എന്ന് പറയുന്നതും എനിക്ക് ഇത് എങ്ങനെയാണ് അതിന് പറയേണ്ടത്, നന്ദി പറയേണ്ടതെന്ന് അറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ മമ്മൂട്ടി ഫാൻസിൻ്റെ പെരിന്തൽമണ്ണയിൽ എന്തെങ്കിലും ഭാരവാഹിത്വം ഉണ്ടോ? പെരിന്തൽമണ്ണയിൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്, അതേപോലെ മീഡിയ പാർട്ണറാണ്. ഞാൻ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് മമ്മൂക്കാൻ്റെ എല്ലാ പ്രൊമോഷൻ കാര്യങ്ങളും സ്റ്റുഡിയോ ഉണ്ടോ സ്വന്തം? സ്റ്റുഡിയോസ് ഉണ്ട്, ഇവിടെ ഉണ്ട്. പെരിന്തൽമണ്ണ വാവാസ് മാളിൽ ക്യാപിറ്റോൾ തിയേറ്റർ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ സ്റ്റുഡിയോ ഉള്ളത്. 10 വർഷമായിട്ട് അതിനകത്തുണ്ട്. 27 വർഷമായിട്ട് ഫോട്ടോഗ്രാഫി ഫീൽഡിൽ ഞാനുണ്ട്. അതിൻ്റെ കൂടെ അന്ന് മുതലേ മമ്മൂക്ക എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിൽ ഉപ്പ വാത്സല്യം എന്ന് പറയുന്നൊരു സിനിമക്കാണ് എന്നെ ആദ്യം ഫാമിലിയായിട്ട് കൊണ്ടുവന്നത്. അന്നാണ് ഞാൻ ജീവിതത്തിൽ ആദ്യത്തെ സിനിമ തിയേറ്ററിൽ നിന്ന് സിനിമ കാണുന്നത്, വാത്സല്യം എന്ന് പറഞ്ഞ സിനിമ. അന്ന് മമ്മൂക്ക മനസ്സിൽ കയറിയതാണ്. അവിടുന്ന് അങ്ങോട്ടേക്ക് മമ്മൂക്കേൻ്റെ ജീവിതം, എന്നാൽ എല്ലാ സിനിമകളും കാണും, പക്ഷേ മമ്മൂക്കയെ വളരെ ഒരു ഇഷ്ടമാണ്. അത് മെയിനായിട്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളല്ല, അദ്ദേഹം ഇതേപോലെ ചെയ്യുന്ന കുറേ നന്മയുള്ളൊരു മനസ്സ് കൂടെയാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ കൂടുതൽ മമ്മൂക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. ഏതായാലും മഹാനായ ആ മഹാനടൻ്റെ ആ കരുതലിലാണ് നിതമോളിതായി ഇരിക്കുന്നുണ്ടല്ലേ, മിടുക്കായിട്ടിരിക്കുന്നത്. അതായത് മമ്മൂട്ടീനെ അറിയില്ലേ? മമ്മൂക്കാനെ കാണണമെന്ന് ആഗ്രഹമുണ്ട് മോക്ക്. മമ്മൂക്കാനെ കാണണ്ടേ? എന്നാ മമ്മൂക്കാനെ കാണാൻ പറ്റുക? നാളെ. മമ്മൂക്കാനെ അറിയിക്കണ്ടേ? വിളിക്കൂലേ? മമ്മൂക്ക വിളിച്ചായിരുന്ന മോളെ? മമ്മൂക്ക വിളിച്ചിട്ടില്ല, വിളിക്കും. മമ്മൂക്ക വിളിക്കും അല്ലേ? വിളിക്കും. മമ്മൂക്കാനെ കാണാൻ പോകണ്ടേ? മമ്മൂക്കാനെ കണ്ട എന്താ പറയുക? മമ്മൂക്ക താങ്ക് യു എന്നോ? എന്താ പറയാ മമ്മൂക്കാനെ കണ്ട? പറഞ്ഞോളൂ. മമ്മൂക്കാക്ക് താങ്ക് യു പറയും അല്ലേ? അതായത് നിതമോള് മമ്മൂട്ടിയെ കണ്ടാൽ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് താങ്ക് യു മമ്മൂക്കയെ എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന പ്രതീക്ഷ അതേ ഈ മിടുക്കിക്കൊണ്ട് 3.5 വയസ്സുകാരിക്കൊണ്ട്. ജസീർ ബാബുവിനും കൂടെ പോയി കാണണം, സ്വന്തം അടുത്തൊന്ന് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഈ കുഞ്ഞിൻ്റെ വാപ്പ അലി, അതുപോലെ കുടുംബത്തിനൊക്കെ, അവരൊക്കെ നിറകണ്ണുകളോടെയാണ് പറയുന്നത് മമ്മൂക്ക എന്ന വലിയ മനുഷ്യന് വേണ്ടി എന്നും പ്രാർത്ഥനയുണ്ട്. മരണം വരെ ആ മനുഷ്യനും, മമ്മൂട്ടി എന്ന വലിയ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എന്നും പ്രാർത്ഥന ഉണ്ടാവുമെന്നാണ് ഈ അലിക്കയും അദ്ദേഹത്തിൻ്റെ കുടുംബം എല്ലാം പറയുന്നത്. ഏതായാലും മലയാളത്തിൻ്റെ മഹാനടൻ ചെയ്ത ആ വലിയ പുണ്യം
ഇന്ന് നാടൊട്ടാകെ പ്രകാശം പരത്തുന്ന പുണ്യമായി മാറുകയാണ്. എന്തെങ്കിലും ഒരിക്കൽ ഇവർക്ക് മമ്മൂട്ടി എന്ന മഹാനടൻ്റെ അടുത്തെത്താൻ സാധിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്. ഈ നന്മ തുടർന്നു കൊണ്ടുപോകുന്ന ലോകം എന്നും ഈ മമ്മൂട്ടിയുടെ നന്മ തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അതിനുള്ള ആരോഗ്യവും ഏറ്റവും നല്ല മനസ്സും അദ്ദേഹത്തിന് തന്നെ ഉണ്ട് എന്ന് നമുക്കറിയാം. ഇനിയും അത് വലിയ നന്മയായി പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട്, നീള 24 ലൈവ്.